കോഴിക്കോട് പന്തീരാങ്കാവിൽ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് 40 ലക്ഷം രൂപ കവർന്ന കേസിൽ പ്രതിയുമായി അന്വേഷണ സംഘം തെളിവെടുത്തു. നഷ്ടമായ പണം പൂർണ്ണമായും കണ്ടെടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 38 ലക്ഷം രൂപയുടെ സ്വർണ്ണപ്പണയമുണ്ടെന്നും പണയവസ്തു 40 ലക്ഷം രൂപയ്ക്ക് ഇസാഫ് ബാങ്കിലേക്ക് മാറ്റിവെക്കാമെന്നും പറഞ്ഞാണ് പ്രതി ബാങ്ക് ജീവനക്കാരെ കബളിപ്പിച്ചത്. പണവുമായെത്തിയ ഇസാഫ് ജീവനക്കാരിൽ നിന്ന് പണമടങ്ങിയ ബാഗുമായി പ്രതി കടന്നു കളയുകയായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് പ്രതി കവർച്ച നടത്തിയത്. വ്യാഴാഴ്ച രാത്രി പിടിയിലായ പ്രതിയുമായി പ്രാഥമിക തെളിവെടുപ്പ് നടത്തിയെങ്കിലും പണം മുഴുവൻ കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. 1 ലക്ഷം രൂപ മാത്രമാണ് ബാഗിൽ ഉണ്ടായിരുന്നത് എന്നാണ് പ്രതി നൽകിയ മൊഴി. 45,000 രൂപ ചെലവഴിച്ചെന്ന് പറഞ്ഞ പ്രതി ശേഷിച്ച തുക പോലീസിന് കൈമാറുകയും ചെയ്തു. മോഷണശേഷം തൃശൂരിലേക്കും പാലക്കാട്ടേക്കും പോയ പ്രതി പണം എവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. പ്രതിയുമായുള്ള തെളിവെടുപ്പ് തുടരുകയാണ്. രാമനാട്ടുകര ഇസാഫ് ബാങ്കിലും പന്തീരാങ്കാവ് അക്ഷയ ഫൈനാൻസിയേഴ്സിലും എത്തിച്ചാണ് അന്വേഷണ സംഘം തെളിവെടുത്തത്. 3 ദിവസത്തേക്ക് കസ്റ്റഡി ലഭിച്ച ഷിബിൻലാലിനെ തൃശൂരിലും പാലക്കാട്ടും എത്തിച്ചും തെളിവെടുക്കും. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്.